പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എറണാകുളം ജില്ലയിലെ 2 പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്കാണ്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഇടയ്ക്കൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി തുടർന്ന് ഞങ്ങൾ സ്ഥിരമായി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് തീർച്ചയായും വേണം. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ആദ്യം നമ്മൾ പോകുന്നത് പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ കൽപ്പടകൾ കയറി നമുക്ക് മുകളിലോട്ട് കയറി പോകാം. ഈ പടവുകളെല്ലാം ഓരോരുത്തരായിട്ട് സ്പോൺസർ ചെയ്താട്ടോ. അപ്പോൾ സ്പോൺസർ ചെയ്തവരുടെ പേര് ഈ പടവുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അത് ആ റോഡ് ചുറ്റി അപ്പുറത്ത് വന്നാൽ പാർക്കിംഗ് ഗ്രൗണ്ട് വേറെ ഉണ്ട്. എങ്കിലും ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ വഴിയിലൂടെ കയറിപ്പോകാൻ ഒരു പ്രത്യേക സുഖമാണ്. കല്ല് പാകിയ ഈ വഴിയിലൂടെ കയറിപ്പോകാൻ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പാർക്ക് ചെയ്തിട്ട് ഇതുവഴി മുകളിലേക്ക് കയറിപ്പോയത്. നമ്മൾ ആ കൽപ്പടവുകൾ കയറി വന്നു. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇനി ചെറിയൊരു സ്ലോപ്പാണ്, അതുവഴി താഴേക്ക് ഇറങ്ങിപ്പോകണം. ഇവിടെ എല്ലാം കൽപ്പടവുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാത്തിലും പേരും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, പാർക്കിംഗ് ഇവിടെയുണ്ട്. അതുവഴി ചുറ്റി നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഇപ്പുറത്തൊക്കെ പാർക്കിംഗ് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ഉത്സവ സമയത്തൊക്കെ ഇവിടെയൊക്കെ നിറച്ച് വാഹനങ്ങളായിരിക്കും. ആക്ച്വലി ഈ കല്ലിൽ ഭഗവതി ക്ഷേത്രം പണ്ടുകാലത്ത് ജൈന ക്ഷേത്രമായിരുന്നു. ജൈനന്മാരുടെ ഗുഹാക്ഷേത്രമായിരുന്നു കല്ലിൽ ഭഗവതി ക്ഷേത്രം. പിന്നീട് അത് ഹിന്ദു ക്ഷേത്രമായി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ നടന്ന് ഈ കല്ലിൽ ക്ഷേത്രത്തിന് താഴെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന പടവുകൾ കയറി മുകളിലെത്തിയാൽ ദേവീസന്നിധിയായി. ഏകദേശം 5000 വർഷം പഴക്കമുണ്ട് കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിന്. 28 ഏക്കറോളം വരുന്ന വനത്തിനുള്ളിലാണ് കല്ലിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന പടുകൂറ്റൻ കല്ലിൻ്റെ താഴെയാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭീമാകാരമായ കല്ലിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഭൂമിയിൽ സ്പർശിച്ചിട്ടുള്ളത്. ബാക്കി ഭാഗം ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ശ്രീകോവിലും മറ്റും പിന്നീട് പണിത് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ. ഈ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത്, അതായത് ഈ വലിയ കല്ലിൻ്റെ പിൻഭാഗത്തായിട്ട് ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. വീട് നിർമ്മാണമെല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കുന്നത്. ഇതാ വലിയ കല്ലിൻ്റെ അഥവാ പാറയുടെ റൈറ്റ് സൈഡിലാണ് ഈ സ്പേസ് വരുന്നത്. ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതിൻ്റെ സൈഡിലും ഇതേപോലെ കല്ല് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതുവഴി നമ്മൾ താഴോട്ട് ഇറങ്ങി വീണ്ടും ഫ്രണ്ടിലേക്ക് എത്തുന്നതാണ്. ശരിക്കും ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് തന്നെയാണിത്. നമുക്ക് അവധി ദിവസങ്ങളിലൊക്കെ വന്നൊന്ന് റിലാക്സ് ചെയ്യാനും അതിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയൊരിടാണിത്. കേരള പുരാവസ്തു വകുപ്പ് ഇതൊരു സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വേറൊരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പുറപ്പെട്ടത് ഈ ക്ഷേത്രത്തിലേക്കാണ്. ഇരിങ്ങൂർ ഭഗവതി ക്ഷേത്രം. ഇതും പെരുമ്പാവൂർ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പെരുമ്പാവൂർ നഗരത്തിന് നടുക്ക് ഒരു കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദുർഗാക്ഷേത്രമാണ് ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രം. ഒരു വനത്തിനുള്ളിലാണ് ഈ ഇരിങ്ങോൾക്കാവ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ബോർഡ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് നിലനിൽക്കുന്നതിനാൽ വനത്തിനുള്ളിലും ക്ഷേത്ര പരിസരത്തും ക്യാമറ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു. ഇരിങ്ങോൾക്കാവ് ടൂറിസ്റ്റ് കേന്ദ്രമല്ല, തീർത്ഥാടന കേന്ദ്രമാണ്. അതിനാൽ ക്ഷേത്ര ആചാര മര്യാദകൾ പാലിക്കണം എന്നീ കാര്യങ്ങളെല്ലാമാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. വനദുർഗയാണ് ഇതിൽ ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ. ഈ വനദുർഗയെക്കുറിച്ച് അഥവാ ഈ അമ്പലത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം പറയാം. ദ്വാപര യുഗത്തിൽ കംസനെ തൻ്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ വധിക്കുമെന്നാണല്ലോ പുരാണത്തിൽ പറയുന്നത്. അങ്ങനെ 8ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ കംസൻ അതിനെ വധിക്കാനായിട്ട് എടുത്തുയർത്തിയപ്പോൾ
കയ്യിൽ നിന്നും തെന്നി മാറി അത് ആകാശത്തൊരു നക്ഷത്രമായി മാറിയെന്നൊക്കെയാണല്ലോ പുരാണം പറയുന്നത്. ആ തെന്നി മാറിയ അത് ദുർഗാദേവിയായിരുന്നു. അപ്പോൾ ആ ദുർഗാദേവി ആദ്യം വന്ന് ഇരുന്ന സ്ഥലമാണ് ഈ പറയുന്ന നമ്മുടെ ഈ ഇരിങ്ങോൾ കാവ് എന്ന് പറയുന്നത്. പിന്നീട് ഇരുന്നോൾ മാറി മാറി വന്ന് ഇരിങ്ങോൾ കാവായി എന്ന് അറിയപ്പെടുന്നു. ഇതാണ് ഇരിങ്ങോൾ ദേവീക്ഷേത്രം. ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് ഇത്. നമ്മൾ വന്നു ചേരുന്നത് ബാക്കിലൂടെയാണ്. ബാക്കിൽ വന്ന് ഇങ്ങനെ ചുറ്റി ഫ്രണ്ടിലെത്തണം. ഈ ദേവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദേവിക്ക് സുഗന്ധമൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതിൽ ചന്ദനത്തിരി അതുപോലെ തലയിൽ പൂക്കളൊന്നും ചൂടിയിട്ട് മുല്ലപ്പൂവൊന്നും ചൂടിയിട്ട് അകത്ത് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉപദേവതാ പ്രതിഷ്ഠകളൊന്നും ഇല്ലാത്തൊരു ക്ഷേത്രമാണ്. ദേവി മാത്രമാണ് ഇങ്ങനെ വനത്തിനുള്ളിൽ ഇങ്ങനെ സ്വച്ഛമായി ഇങ്ങനെ വസിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഇരിങ്ങോൾ കാവ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട കല്ലൽ ഭഗവതി ക്ഷേത്രം അതിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അവിടെ ഒരു മരത്തിൽ കണ്ടോ എന്തോ കാട്ടുപഴം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസം അത് കാണാൻ. അമ്പലത്തിന് മുന്നിലായിട്ട് ഇതേപോലെ നമുക്ക് താഴോട്ട് വനത്തിനകത്തോട്ട് ഇറങ്ങി ചെല്ലാൻ ഇതുപോലെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി മാത്രം നമ്മൾ ഇറങ്ങി പോകാം. അങ്ങോട്ട് ചെന്നാൽ നമുക്ക് മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കാം. അവിടെ നിന്ന് പണ്ട് സേവ് ദി ഡേറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ കയറി പല പ്രശ്നങ്ങളും ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ക്യാമറ നിരോധിച്ചതാണ്. ഇവിടെ വന്നാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ്. പക്ഷേ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ നമ്മളെ കഴിഞ്ഞല്ലേ ആളുള്ളൂ. അതുകൊണ്ട് ആൾക്കാരത് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് മൊബൈലിൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എടുക്കാം. അതേപോലെ ടൂറിസ്റ്റ് കേന്ദ്രമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ക്ഷേത്രമാണ്. എല്ലാവരും അത് മറക്കാതെ വന്ന് കണ്ടിട്ട് പോകണം. ഒരു പ്രത്യേക ഗ്രീനറിയാണ് ഇവിടെ. ഒരു ഡാർക്ക് ഗ്രീനാണ്. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല തണുപ്പും അടിപൊളിയാണ്. ധാരാളം പക്ഷികൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാതോർത്താൽ കേൾക്കാം. നല്ല രസമാണ്. ധാരാളം മരങ്ങളും വള്ളിപ്പടർപ്പുകളും എല്ലാം നിറഞ്ഞ വളരെ ശാന്തസുന്ദരമായ ദേവീക്ഷേത്ര പരിസരം. എത്ര വന്നാലും നമുക്ക് മടുക്കില്ല. അത്ര സുഖവും സമാധാനം ഇവിടെ വന്നിരുന്ന മെഡിറ്റേഷനൊക്കെ പറ്റിയൊരു ഏരിയയാണ് ശരിക്കും ഇത്. ഇരിങ്ങോൾ കാവ് എത്ര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്നോ. ചുറ്റും മരങ്ങളും വനവും അതിന് നടുക്കൊരു ദേവീക്ഷേത്രം. ഭയങ്കര ബ്യൂട്ടിയാണ്. നല്ല സുഖമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വളരെ സമാധാനം നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ദേവീ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.